പാലക്കാട് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ വോട്ടിന് നോട്ടെന്ന ആരോപണം ഉയർത്തുകയാണ് കോൺഗ്രസ്. ശോഭാ സുരേന്ദ്രനൊപ്പം എത്തിയയാൾ വോട്ടറുടെ കൈമടക്കിൽ പണം വച്ചു നൽകുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിടുകയും ചെയ്തു. എന്തായാലും ആരോപണം നിഷേധിച്ചിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയായിരുന്നുവെന്നാണ് ശോഭയുടെ പ്രതികരണം. അതേസമയം വയോധികയ്ക്ക് പണം നൽകുന്ന സ്ത്രീ ശോഭാ സുരേന്ദ്രനൊപ്പം നിൽക്കുന്ന ഫോട്ടോ കോൺഗ്രസ് പുറത്തുവിട്ട് ഈ വാദം പൊളിക്കുന്നുമുണ്ട്. തിരുവനന്തപുരം നേമത്ത് BJP മദ്യമൊഴുക്കി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നെന്ന ആരോപണവുമായി LDF രംഗത്തെത്തുന്നുണ്ട്. ആരോപണം പച്ചക്കള്ളമെന്ന് നേമത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പ്രതികരിക്കുന്നു. അതിനോട് അതേസമയം തന്നെ കോഴിക്കോട് മാറാട് പണം വാഗ്ദാനം ചെയ്തെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതാവിനെതിരെയും LDF പരാതിയുമായി എത്തി. PV അൻവറിന് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടെന്നും 2000 രൂപ വാഗ്ദാനം ചെയ്തെന്നും ചൂണ്ടിക്കാട്ടി മാറാട് സ്വദേശി സ്വാമിനാഥനാണ് പോലീസിൽ പരാതി നൽകിയത്. വിവരങ്ങളുമായി ഷാരിഖ് നവാസ് ചേരുന്നുണ്ട്. മേഘ്ന മുരളിയും നമുക്കൊപ്പം ചേരും. അജി കുഞ്ഞുമോനും ചേരുന്നുണ്ട്. ആദ്യം നമ്മൾ ഷാരിഖ് നവാസിലേക്കാണ് പോകുന്നത്. ഷാരിഖ്, പലയിടങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇന്ന് പാലക്കാട് ഉണ്ടായതാണ് വലിയ ഗൗരവമേറിയ പരാതിയും ഒക്കെയായി മാറിയത്. കാരണം ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് കോൺഗ്രസ് നേതാക്കൾ പുറത്തുവിട്ടത്. അതോടൊപ്പം തന്നെ അതിന് അവർക്ക് വിശദീകരണവുമായി ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥി എത്തുന്നു. സ്ഥാനാർത്ഥി നേരെ തിരിച്ചു പറയുന്നു. പക്ഷെ വീണ്ടും അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഖണ്ഡിക്കുന്നു. അതായത് ഈ പണം നൽകി എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ നമുക്കൊപ്പം എൻ്റെ കാറിൽ കയറിയിട്ടില്ല, അതിന് ദൃശ്യങ്ങളില്ല എന്നൊക്കെ തന്നെ സ്ഥാനാർത്ഥി പറയുന്നു. പക്ഷെ അത് അങ്ങനെയല്ല എന്ന് പൊളിച്ച് വീണ്ടും ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിടുന്നു. അപ്പോൾ ആ രീതിയിൽ വലിയ വിവാദങ്ങളിലേക്ക് ഇത് പോകുന്നു. അപ്പോൾ അതിലുള്ള നടപടികൾ എവിടെ വരെ എത്തി നിൽക്കുകയാണ്? മിത, അമൽ, അതായത് ഇതിലിപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ കളക്ടറുമാണ് നടപടി സ്വീകരിക്കേണ്ടത്. അതായത് RDO വരണാധികാരിയായ RDOക്ക് കോൺഗ്രസ് അതുപോലെ തന്നെ LDF നേതൃത്വം ഇതിനകം ഉച്ചയോടെ തന്നെ പരാതി നൽകി കഴിഞ്ഞു. ഈ വിവാദം പുറത്തു വന്നതോടെ തന്നെ ഉടനടി പരാതി നൽകി കഴിഞ്ഞു. എന്നാൽ ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ റിപ്പോർട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകണം. അതിനുശേഷമായിരിക്കും ആ റിപ്പോർട്ട് പരിശോധിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കുക. അത് എത്രമാത്രമുള്ള നടപടിയായിരിക്കും എന്ന് അപ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. കാരണം ഈ റിപ്പോർട്ട് എങ്ങനെ നൽകുന്നു എന്നതിന് അടിസ്ഥാനത്തിലായിരിക്കും ഈ നടപടി ഉണ്ടാകുക. കാരണം ഇവിടെ ആ സമയവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഒരു തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ അവിടേക്ക് നിയോഗിച്ചിരുന്നു. അവർ അവിടെ എത്തി ഈ പണം സ്വീകരിച്ചു എന്ന് പറയുന്ന ദേവു എന്ന് പറയുന്ന വയോധികയിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. അവരുടെ മകനിൽ നിന്നും മൊഴി ശേഖരിച്ചിരുന്നു. അത്തരത്തിൽ അവർ നൽകിയ മൊഴിയാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ കളക്ടർക്ക്. അതായത് പണം വാങ്ങിയിട്ടില്ല എന്നാണ് മൊഴി കളക്ടർക്ക് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള. ദേവു ആ മൊഴിയിൽ ഉറച്ചു നിന്നു എന്നാണ് നമുക്ക് തിരഞ്ഞെടുപ്പ് ഓഫീസർ അവിടെ എത്തിയപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അത്തരത്തിൽ ആ മൊഴിക്ക് മേലാണ് നടപടിയെങ്കിൽ ഇത് കടുത്ത നടപടിയിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അത്തരത്തിൽ കടുത്ത നടപടിയോ അല്ലെങ്കിൽ മറ്റു അയോഗ്യത ഉൾപ്പെടെയുള്ള നടപടികളൊന്നും ഉണ്ടാവില്ല. സാധാരണ ഒരു നടപടി മാത്രമായി ഒതുങ്ങാനാണ് സാധ്യത. എന്നാൽ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തുടരെ വിവാദങ്ങൾ വരികയാണ്. കാരണം കോൺഗ്രസ് ഇപ്പോൾ അല്പസമയത്തിനകം വീണ്ടും കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവിട്ടു. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് പ്രചാരണവുമായി എത്തിയപ്പോൾ ഉള്ള ചിത്രം, സിമി സജീവ് പങ്കെടുത്ത കോട്ടമൈതാനത്ത് പങ്കെടുത്തതിൻ്റെ ചിത്രങ്ങൾ, അതുപോലെ തന്നെ BJP പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള കൂടുതൽ ചിത്രങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പുറത്തുവിടുന്നു. അത് നമുക്ക് കാണിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ കൂടുതൽ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് എന്തായാലും ഈ വിഷയം വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത്തരത്തിൽ കൂടുതൽ ശക്തമായ ഒരു പ്രതിരോധം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം തീർക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. കാരണം ഇത് ചട്ടലംഘനം ആകുമോ എന്ന് ഉള്ള ഒരു കാര്യം കൊണ്ട് മാത്രമാണ് കോൺഗ്രസ് കൂടുതൽ പ്രകടനത്തിലേക്കും മറ്റു പ്രതിഷേധ നടപടികളിലേക്കും കടക്കാത്തത്. കാരണം തിരഞ്ഞെടുപ്പ് ആയതിനാൽ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടതാണ്. അത്തരത്തിലായതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസും മറ്റു പാർട്ടികളും, അതായത് LDF ഉൾപ്പെടെയുള്ള മുന്നണി ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പ്രതിഷേധ പ്രകടനം അല്ലെങ്കിൽ മറ്റു സമരവുമായി പോകാത്തത്. കാരണം അത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനവുമായി മാറും. അത്തരത്തിൽ കൂടുതൽ വിവാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. കാരണം ഈ സിമി സജീവ് തൻ്റെ കാറിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ അത് പൊളിക്കുന്ന തരത്തിലാണ് കോൺഗ്രസ് ആ ചിത്രങ്ങൾ അവരാരാണെന്ന് കണ്ടെത്തുകയും അവരുടെ പേരുൾപ്പെടെയുള്ള വിവരങ്ങളാണ് കോൺഗ്രസ് അവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ശോഭാ സുരേന്ദ്രനൊപ്പവും ഒക്കെ നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടത്. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പാലക്കാട് എത്തിയപ്പോഴും ഇവർ ആ പരിപാടി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.